പഞ്ചസാര ഇടാറുണ്ട് എന്നൊന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാല് കുടിക്കുന്ന സമയത്ത് കാപ്പി കുടിക്കുന്ന സമയത്ത് എത്രത്തോളം പഞ്ചസാര നമ്മൾ അതിൽ ഇടാറുണ്ട്? പക്ഷേ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതലാണോ ഇടുന്നത്? മൈ ഡിയർ ഫ്രണ്ട്സ്, അഗെയിൻ അവിടെ പഞ്ചസാരയുടെ സാച്ചറ്റ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഷുഗർ സാച്ചറ്റ്സ് വിൽ ബി ദേർ അല്ലെ, മേശയിൽ ഇരിക്കുന്നുണ്ടാവും അല്ലെ, 2-3 സാച്ചറ്റ്സ് ഒക്കെ അവിടെ ഇങ്ങനെ അവർക്ക് ഒരു നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഞാൻ സെഷൻസ് ഒക്കെ എടുക്കാൻ പോവാറുണ്ട്. അപ്പൊ ചില ഹോട്ടൽ മാനേജേഴ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കപ്പിലിടും ചായ, ചായ ഗ്ലാസ്സിലേക്ക് അതിന്റെ സാച്ചറ്റ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടും, പിന്നെ 2-3 സാച്ചറ്റ്സ് എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെ കാണാറുണ്ട്. അത് പഞ്ചസാര പൊടി മാത്രമല്ല, ചായപ്പൊടിയും അതിന്റെ സാച്ചറ്റ്സ് ഒക്കെ ടീ ബാഗ്സ് ഒക്കെ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട്. വിശ്വജ്യോതി സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയാം, my dear friends, if someone is doing something like this, you are corrupt. If you put more sugar in your tea when in a hotel than you do at home, you are corrupt. My dear friends, you just think for a moment. നമ്മൾ ആവശ്യത്തിനേക്കാളേറെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം. My dear friends, again I'm bringing you something again second. That is, if you serve more food than you can finish just because someone is paying bill, proves you are greedy. നമ്മൾക്ക് പലപ്പോഴും പാർട്ടീസിനൊക്കെ നമ്മൾ പോവാറുണ്ട് അല്ലെ, പ്രത്യേകിച്ച് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ മിക്കപ്പോഴും പാർട്ടീസിനൊക്കെ പോവാറുണ്ട്. നമ്മളൊക്കെ കഴിക്കുന്ന വയറിന് ചെറിയൊരു വലുപ്പൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പം നമ്മൾ ശാപ്പാട് കൂടുതൽ അടിക്കാറുണ്ടോ എന്നൊരു ചോദ്യം. പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ അല്ലെ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പം സാധാരണ നമ്മൾ കഴിക്കുന്നത് ഒരു ബർഗർ ആണെങ്കിൽ നമ്മൾ 2-3 വീശാറുണ്ടോ എന്നാണ് ചോദ്യം. ഇഫ് യു സെർവ് മോർ ഫുഡ് ദാൻ യു ക്യാൻ ഫിനിഷ്, ചില ആൾക്കാര് ഒരെണ്ണം കഴിച്ചിട്ട് നമുക്ക് തീർക്കാൻ പറ്റുണ്ടാവില്ല, അപ്പോഴാണ് രണ്ടാമത്തെ വേണോ എന്ന് ചോദിക്കുമ്പം ആവശ്യത്തിനേക്കാൾ ഏറെ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇഫ് യു സെർവ് മോർ ഫുഡ് ദാൻ യു ക്യാൻ ഫിനിഷ് ജസ്റ്റ് ബിക്കോസ് someone is paying bill, മറ്റാരോ നമുക്ക് വേണ്ടി ബില്ല് പേ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം അടിച്ചു മാറുന്നുണ്ടെങ്കിൽ proves you are greedy, my dear friends. Again, I just want to show you something else. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, again my dear friends, if you use more tissue in a public washroom than you do at home, you are a potential thief. If given opportunity, you would take what not yours. Dear friends, നമ്മൾ പബ്ലിക് വാഷ്റൂംസിൽ പോകുമ്പം അവിടെ പ്രത്യേകിച്ച് അവിടെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടാവും. അവിടെ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അവിടെ നിന്ന് ടോയ്ലറ്റ് വാഷ്റൂംസിന് അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് അവിടെ നിന്നുള്ള ആ ടിഷ്യൂസ് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ചില ആൾക്കാര് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടിഷ്യൂസ് അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്ന് ചില മാളിലെ മാനേജേഴ്സ് പോലും പറയാറുണ്ട്. ഇനി അത് മാത്രമല്ല കേട്ടോ, ചില ഹോട്ടലിലെ മാനേജേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സ്പൂണും ഫോക്കും നൈഫും ഒക്കെ അങ്ങനെ തന്നെ എടുത്ത് ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊന്നും വിശ്വജ്യോതി സ്കൂളിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. But my dear friends, if you use more tissue in a public washroom than you do at home, you are a potential thief. If given opportunity, you would take what not yours. My dear friends, again, cell phones bring you closer to the person far from you, but they take you away from the one sitting next to you. Folks, let me tell you something. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലും പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ ഫാമിലിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയം. ആ സമയത്ത് നമ്മൾ മൊബൈലും പിടിച്ചിരുന്ന് വാട്സപ്പും കളിച്ച്, ഇൻസ്റ്റയും കളിച്ച്, ടെലിഗ്രാഫും കളിച്ച്, ഫേസ്ബുക്കും കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ആ നേരത്തെ യൂട്യൂബിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നാൽ, how can we interact and communicate with our friends and family, my dear friends? Give attention to others, which you always want. ചെറുപ്പക്കാരായിട്ടുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അറ്റൻഷൻ അല്ലേ, ശ്രദ്ധയല്ലേ? ഈ ശ്രദ്ധ നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, why can't you give that attention to your family and friends, my dear friends? അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റും ആരെങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, don't carry that mobile in your hand, my dear friends. So give attention to others, which you always want.
or you will prove that you are selfish. I can see there are lots of no's there. Very good, my dear friends. I know you are all fantastic students over there. Dear friends, if you jump queues, മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ക്യൂ അല്ലെ. എന്താണ് ക്യൂ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ ക്യൂവിൽ നമ്മൾ ജമ്പ് ചെയ്ത് മുമ്പിലേക്ക് നിൽക്കാൻ, എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ തിയേറ്ററിലൊന്നും പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എവിടെയെങ്കിലൊക്കെ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പം നമ്മൾ ആ ക്യൂ ചാടിക്കേറി മുമ്പോട്ട് നിൽക്കുന്നത്, ഇഫ് യു ജംപ് ക്യൂസ് ദാറ്റ് ഷോസ് ഗിവൻ എ പവർഫുൾ പൊസിഷൻ, യു വിൽ അബ്യൂസ് അതേഴ്സ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾക്കൊരു പവർഫുൾ പൊസിഷൻ തന്നു കഴിഞ്ഞാൽ അത് നമ്മളത് ദുർവിനിയോഗിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മൈ ഡിയർ ഫ്രണ്ട്, ഡോണ്ട് ജംപ് ക്യൂസ്. ഇത് മിക്കപ്പോഴും നല്ലൊരു കാര്യമല്ല. ഇഫ് യു ജംപ് ക്യൂസ് ഷോസ് ഗിവൻ എ പവർഫുൾ പൊസിഷൻ, യു വിൽ അബ്യൂസ് അതേഴ്സ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് യു വയലേറ്റ് ട്രാഫിക് റൂൾസ്, യു ആർ നോട്ട് ഒബേയിങ് rules and regulations anyway. You can see again here, and that is, if you violate the traffic rules, what happens? നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. You can see in the screen, if you violate the traffic rules, you are not obeying rules and regulations anywhere. നമ്മൾ പലപ്പോഴും അങ്കമാലി ടൗണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആ സിഗ്നൽ തീർച്ചയായിട്ടും പച്ച ആയിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു വാഹനം ആ നേരത്തെ പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോവാ. Folks, let me tell you something. If you are not obeying the rules and regulations, that shows you are not obeying the rules and regulations anywhere. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, don't violate the rules. നമ്മൾ honesty എന്ന ടോപ്പിക്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പം few of the most important factors are coming. My dear friends, don't violate rules anywhere. If you channel wastewater to neighbor's compound, you are ill-mannered. You may be having a good villa or mansion. നല്ലൊരു വീട്, മനോഹരമായ വീട് നമുക്കുണ്ടാവും. ആ വീട് നശിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മറ്റു അടുത്തുള്ള അയൽവക്കക്കാരന്റെ വീട്ടിലേക്കാണോ നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വാട്ടർ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണോ നമ്മൾ ചെയ്യേണ്ടത്? My dear friends, if you channel wastewater to neighbor's compound, you are ill-mannered. Don't do it. So my dear friends, don't be an ill-mannered person. So folks, let me tell you the most important factor. If you're getting emotional often, you are losing your control and values mostly. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, if you're getting emotional often, emotional in the sense, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്, ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കൺട്രോൾ പോകും അല്ലെ. ഇന്നസെന്റ് ഏതോ സിനിമയിൽ പറഞ്ഞ മാതിരി എന്താ സംഭവിക്കുക, പെട്ടെന്ന് കയ്യിൽ നിന്ന് കൺട്രോളാ പോണ ചില ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ കൺട്രോൾ തരണേ എന്ന് ഇന്നസെന്റ് പറഞ്ഞ മാതിരി ചില ആൾക്കാർക്ക് പെട്ടെന്ന് കൺട്രോൾ പോകും. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇമോഷണൽ ഓഫൻ, യു ആർ ലൂസിങ് യുവർ കൺട്രോൾ. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൺട്രോൾ പോണേ, ആൻഡ് ദാറ്റ് ഇസ് ടു ബാഡ്. ആൻഡ് യു ആർ ലൂസിങ് യുവർ വാല്യൂസ് മോസ്റ്റ്ലി. നമുക്ക് നമ്മളുടെ തന്നെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാവും. കാരണം ഈ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുഖം എങ്ങനെയാവും, ചിമ്പാൻസിനെ പോലെ ആവും എന്ന് ഞാൻ പറയും. വളരെ ഗ്ലാമർ ഒക്കെ പോകും കാണാൻ. ഇപ്പൊ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാമർ തന്നെ പോയി കിട്ടും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഇസ് നോട്ട് എ വൈസ് ഡിസിഷൻ ടു ബിക്കം മോർ ആംഗ്രി അറ്റ് എനി ടൈം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഡോണ്ട് ലൂസ് യുവർ കൺട്രോൾ ആൻഡ് ഡോണ്ട് ലൂസ് യുവർ വാല്യൂസ് അറ്റ് എനി ടൈം. So if you're getting emotional often, you are losing your control and values mostly. ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്റെ അടുത്തേക്ക് കുറെ പേര് വരാറുണ്ട്. എന്തിനാണെന്നറിയോ, ഡോക്ടറെ എങ്ങനെയാണ് ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കാന്ന് ചോദിച്ചിട്ട്. ബിക്കോസ് മൈ സ്പെഷ്യാലിറ്റി ഈസ് ബിഹേവിയർ ആൻഡ് ലേണിംഗ് ഡിസോർഡേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് പലരും എന്റെ അടുത്ത് വരെ, ഡോക്ടറെ എങ്ങനെ ഈ ദേഷ്യം ഒന്ന് കുറച്ച് തരാം എന്ന് ചോദിച്ചിട്ടൊക്കെ പലരും വരാറുണ്ട്. So dear friends, always keep an eye on it. Another one of the most important factor, നമ്മളുടെ വാല്യൂസും നമ്മുടെ ഹോണസ്റ്റിയും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. If you are watching porn movies, you are not respecting others' privacy and life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, നമുക്ക് മൊബൈൽ ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പം യു ഹാവ് ദ ഇന്റർനെറ്റ് കണക്ഷൻ, യു ആർ ഇൻ ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ പലപ്പോഴും വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കാണാവുന്നത് ബ്ലൂ ഫിലിംസോ പോൺ മൂവീസോ എന്തും അതിൽ കാണാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. പക്ഷേ ആ ഫ്രീഡത്തിനെ നമ്മൾ ദുർവിനിയോഗിച്ചു കഴിഞ്ഞാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതുകൊണ്ട് ഞാൻ പറയാം, യു ആർ നോട്ട് റെസ്പെക്ടിങ് അതേഴ്സ് പ്രൈവസി ആൻഡ് ലൈഫ്. മറ്റുള്ളവരുടെ മോശപ്പെട്ട രീതിയിലുള്ള മൂവീസ് നമ്മൾ കാണുമ്പം
അത് നമ്മൾ അവരോടുള്ള റെസ്പെക്ട് ആണ് നമ്മൾക്ക് കുറഞ്ഞു പോകുന്നത്. യു ആർ നോട്ട് റെസ്പെക്ടിങ് others' privacy and life. And another one of the most important factor is ഇന്നത്തെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് whether it is love, like or lust. Asking for more sacrifice from yourself and from others. It is like a person's body is far more important to you than his or her soul. It is an over desire, literally means lust. നമുക്ക് സ്നേഹമാവാം, ഇഷ്ടമാവാം, പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചിന്തകൾ, ശരീരത്തിനോട് കൂടുതലുള്ള താല്പര്യങ്ങൾ വരുമ്പോൾ we call it as lust. My dear friends, you ask yourself, are you respecting yourself? നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് you have to respect others. Now I am telling whether are you respecting yourself. So my dear friends, the greatest thing is always don't ask for more sacrifice from your friends and don't ask for sacrifice from your part also. These are the few most important factors. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പം ഡെഫിനറ്റ്ലി ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ഡിപെൻഡിങ് ഓൺ മോർ ആൽക്കഹോൾ, സ്മോക്കിംഗ് ആൻഡ് ഡ്രഗ്സ് ടു ഇംപ്രൂവ് ദ ഹാപ്പിനെസ്, യു ഹാവ് ടു ഇംപ്രൂവ് ദ സെൽഫ് എസ്റ്റീം. മിക്കപ്പോഴും ആത്മാഭിമാനം കൂട്ടുമ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ പറയും. നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ, നല്ല കഴിവുകളിൽ സ്വന്തമായിട്ട് വിശ്വാസമുള്ള വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഡ്രഗ്സിന്റെയോ ആവശ്യമില്ല. Okay, Gerard is saying no, we don't watch useless videos. That's a brilliant answer. Great, very good, Gerard. And ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, it is always, if you're depending on alcohol, smoking and drugs to improve happiness, you have to improve self-esteem. ആത്മാഭിമാനം കുറയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സിഗരറ്റിലേക്കും കഞ്ചാവിലേക്കും ആൽക്കഹോളിലേക്കും ബീറിലേക്കും ഒക്കെ പോകേണ്ടി വരുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രൂവ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് ഹൈ സെൽഫ് എസ്റ്റീം. ആത്മാഭിമാനം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, യു ഷുഡ് ബി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് യു ആർ ബ്ലെസ്ഡ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഈ കാലഘട്ടങ്ങളിലും നിങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയധികം പോയിന്റ്സ് ഇവിടെ പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡിസ്ഹോണസ്റ്റി അല്ല നമുക്ക് ആവശ്യം. We need honesty, my dear friends, and that is the truth about lies. If you feel these are not important issues to address here, you may be dishonest. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, ഡോക്ടർ എന്തിനാണോ ഇതൊക്കെ ഇവിടെ പറയണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, you feel these are not important issues to address here, you may be dishonest എന്നാണ് ഞാൻ പറയാ. എനിക്കറിയാം നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല എന്ന്. You would not hesitate to cover up ills in society for your own benefit. Let us make a peaceful world, my dear friends. ഒരു നല്ല സമാധാനമുള്ള ഒരു ലോകം നമുക്ക് ഇവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, you should be a person who loves honesty, integrity and values. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യത്യസ്തനായ 2-3-4 വ്യക്തികളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാവുന്ന 2-3 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. That is Major Vibhuti Shankar Dhondiyal. He was killed in the line of duty while battling terrorists in Jammu and Kashmir. He was posthumously decorated with Shaurya Chakra for his act of courage. He was given Shaurya Chakra for his act of courage. My dear friends, 2 years after her husband's death, again I'm saying 2 years after her husband's death, she commissioned in the army ordinance the corps as lieutenant. Who is that she? Can anybody answer for that? At the time of his death, she had been working with a multinational corporation in New Delhi. ആരായിരുന്നു ആ she എന്ന് നിങ്ങൾക്ക് chat boxil ഉത്തരം പറയാം. Can anybody put your answers there? Can anybody put their answers there? My dear friends, she commissioned in the army ordinance as a lieutenant at the time of his death. She had working with a multinational corporation in New Delhi. ഞാൻ ആരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറയാം. Major Vibhuti Shankar Dhondiyal was killed in the line of duty while battling terrorists in Jammu Kashmir, and he was posthumously decorated with the Shaurya Chakra for his act of courage. And 2 years after her husband's death, she commissioned the army ordinance for an officer as a lieutenant, and at the time of his death, she had been working with a multinational corporation in New Delhi. My dear friends, whom I am introducing here, ആരെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്? Since I'm not getting the answers here, my dear friends, I'm introducing a fantastic lady, an amazing lady over here, and that is his wife, Nigita Kaul. Paid a befitting tribute to him by
joining wife on the manslike, and that is Shefali, Nikita Kaul, and Aishwarya Suresh Babu gave a wonderful answer. That is, Nikita Kaul paid a befitting tribute to him by joining the ranks of Indian Army. Very good. ഒരു നല്ല കയ്യടി ഇവർക്ക് കൊടുക്കാട്ടോ. ഐശ്വര്യാണ് ഏറ്റവും ആദ്യം പേര് നൽകിയിരിക്കുന്നത്. നികിത ആൻഡ് ദിയ നോബി ഒക്കെ നല്ല ഉത്തരങ്ങൾ നൽകിയിട്ട് ഒരു നല്ല കയ്യടി അവർക്ക് നൽകാം. That is Nikita Kaul. My dear friends, I am introducing this beautiful lady and ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കാം. Why I introduce this great lady over here? Nikita Kaul name, അവരുടെ ഹസ്ബൻഡിനെയും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ എന്തായിരിക്കും കാരണം? Again, I am introducing another two more personalities here. Okay, you can put the answers in chat box. Respect to all the soldiers out there working hard to protect our country from being invaded. Okay, Nikita Kaul. Okay, I'm getting. Okay. എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയതെന്നാണ് ചോദ്യം. വീണ്ടും ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താണ്. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും നേരെ വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്, കോട്ടയത്തേക്കാണ്. Owing to the World Environment Day, NS Rajappan was awarded the Supreme Master Qinghai International's World Protection Award, and he also won what? $10,000 cash award and a citation that is almost more than 7 lakhs. And here is a photo of how Nandu, the youngster who is sitting next to him, was able to bring the world the award to Rajappan. And Rajappan's happiness is bound to bring a smile to your face even, right? And 72-year-old Kottayam native has been rowing his boat in the Vembanad Lake and collecting plastic waste for years. He continues to perform his duty without fail despite being unable to walk. Rajappan earns a living by selling the collected plastic waste to scrap. My dear friends, why I am introducing these great personalities over here? ഞാൻ ഇവിടെ നന്ദുവിനെ പരിചയപ്പെടുത്താൻ കാരണം രാജപ്പൻ എന്ന് പറയുന്ന കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് ഡിഫറെന്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ചെറുപ്പക്കാരനാണ് നന്ദു. അദ്ദേഹം പബ്ജി കളിച്ചുകൊണ്ടിരിക്കല്ല, അദ്ദേഹം ഫ്രീ ഫയറും ഫയർ ഫ്രീയും കളിച്ചുകൊണ്ടിരിക്കല്ല. ഇദ്ദേഹം ഈ വ്യക്തിയെ പരിചയപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പം ഇദ്ദേഹം ചെയ്യുന്ന മഹത്തായ കാര്യമാണ് പ്ലാസ്റ്റിക് വേസ്റ്റിനെ അത് എടുത്തുകൊണ്ട് സ്ക്രാപ്പുകാർക്ക് വിറ്റ് ചെയ്യുന്ന ആ കാര്യം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഐ ഇൻട്രൊഡ്യൂസ് നന്ദു ഓവർ ഹിയർ. ഞാൻ എന്തുകൊണ്ടാണ് ഈ 4 വ്യക്തികളെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കാരണം? വൈ ഐ ഇൻട്രൊഡ്യൂസ് വിഭൂതി ശങ്കർ ദോന്തിയാൽ മേജറിനെയും നികിത കോൾ ലെഫ്റ്റനന്റിനെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്? നന്ദുവിനെ ഞാൻ എന്തുകൊണ്ട് പരിചയപ്പെടുത്തി? ഞാൻ NS രാജപ്പൻ, കോട്ടയത്തുള്ള NS രാജപ്പനെ നിങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് പരിചയപ്പെടുത്തി എന്ന് യു ജസ്റ്റ് തിങ്ക് ഫോർ എ മോമെന്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 4 വ്യക്തികളെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുമ്പം ഇറ്റ് ഈസ് അഗൈൻ വെരി സിമ്പിൾ. നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കാരണം മറ്റൊന്നുമില്ല, ഇവിടെ നിങ്ങളുടെ ഉത്തരങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, വാട്ട് ഈസ് യുവർ ഓഫറിംഗ് ടു ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ്? ഇവിടെ 4 പേരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇവര് ലോകത്തിന് വേണ്ടി അവരുടെ ജീവിതം പോലും മാറ്റിവെച്ച വ്യക്തികളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്, അല്ലെ? നന്ദു ഒരു വ്യക്തിയെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. ആ രാജപ്പൻ എന്ന വ്യക്തി ലോകത്തില് ഇവിടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, വെമ്പനാട് ലേക്കിന് വൃത്തിയാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ഇവിടെ 2 വ്യക്തികൾ അവരായിരിക്കുന്ന ഇന്ത്യയില് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, അഗെയിൻ keep this in your mind. What is your offering to this beautiful world? നമ്മൾക്ക് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാം. അതുകൊണ്ടാണ് മദർ തെരേസയുടെ ഒരു പിക്ചർ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, your life is your message to the world. Make sure it is inspiring. ഈ 4 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുമ്പം I just want to tell you, my dear friends, your life is your message to the world. Make sure it is inspiring. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാവുന്ന രീതിയിൽ, dear friends, always നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക. Your life is your message to the world. Make sure it is inspiring. അത്തരത്തിലുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു മാത്തമാറ്റിക്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 1.00 raised to 365 is equal to 1. But again, 1.01 raised to 365
is equal to a great number, and that is 37.7. My dear friends, think for a moment again. Doing nothing at all versus making small consistent efforts. 1 എന്ന് പറയുന്ന നമ്പറിനെ റേസ് ടു 365 ഇവിടെ മാത്സ് ടീച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. It is always 1.00 raised to 365 is equal to 1, the same thing, because 1 കഴിഞ്ഞിട്ട് 00 ആണ്. But there is a small change in the next number, that is 1.01 raised to 365. That makes a great change. That is 37.7. Dear friends, let me tell you something. The consistent efforts creates impact. So folks, let me tell you something. It is always doing nothing at all versus making small consistent efforts. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Doing nothing at all versus making small consistent efforts. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്നു മുതൽ വരുത്തുവാൻ വേണ്ടി നോക്കുക. യു ആർ ഇൻ ടു എ ന്യൂ ഇയർ, റൈറ്റ്? ഇത് ഒരു പുതിയ വർഷത്തിന്റെ ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ മാസത്തിലേക്ക് നിങ്ങൾ കടന്നു. ജൂൺ മാസത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നു. ഒരുപാട് പഠിക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഓരോ ദിവസവും വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. ടീച്ചേഴ്സ് നമുക്ക് എടുത്തു തരുന്ന ക്ലാസ്സുകൾ അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമ്പം കൺസിസ്റ്റന്റ് എഫേർട്സ് ക്രിയേറ്റ്സ് ഇമ്പാക്ട്. ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നന്ന് ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും that creates a great impact, my dear friends. Doing nothing at all versus making small consistent efforts. ഇപ്പം തീർച്ചയായിട്ടും വീട്ടിലിരിക്കുമ്പോൾ ഒരു വെക്കേഷൻ മൂഡിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ we have to make consistent efforts, my dear friends. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, skill is the application of knowledge. Skill development is based on the following 3 principles. അത് പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, ജീവിതത്തിലെ എന്ത് സ്കിൽ അക്വിസിഷൻ ആയിക്കോട്ടെ, the practice, perfect and repetition. Practice your knowledge, my dear friends. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ പഠിച്ചു തീരില്ല. Again, you have to practice it. വീണ്ടും ചിലപ്പോൾ പഠിക്കേണ്ടി വരും. ആഴ്ചയിൽ മൺഡേ പഠിക്കുന്ന കാര്യങ്ങൾ മൺഡേ പഠിക്കണം, ട്യൂസ്ഡേ പഠിക്കുന്ന കാര്യങ്ങൾ ട്യൂസ്ഡേ പഠിക്കണം, വെനസ്ഡേ പഠിക്കുന്ന കാര്യങ്ങൾ വെനസ്ഡേ പഠിക്കണം. അങ്ങനെ അത്തരത്തിൽ പോകുമ്പം സാറ്റർഡേയും സൺഡേയും ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ പഠിച്ചത് മുഴുവൻ ഒന്നും കൂടി പഠിക്കേണ്ടി വരും, അല്ലെ? ദാറ്റ് ഈസ് വൈ ഞാൻ ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്നത് perfect your performance. And again the last sentence, repeat it again and again until your knowledge becomes a semi-automatic response. My dear friends, എല്ലാ പ്രൊഫഷണൽസും അവർ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും it is happening why? നമ്മൾ സ്റ്റീഫൻ ദേവസിയെ കാണുമ്പോൾ, AR റഹ്മാനെ കാണുമ്പോൾ, ഏത് പ്രൊഫഷണൽസിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ തള്ളിങ്ങനെ നിൽക്കും. what an amazing performance എന്ന് കാണുമ്പോൾ, അല്ലെ? And how it is happening? It is happening just because of practicing, perfecting and repeating. നല്ല പ്രാസംഗികരെ കാണുമ്പോൾ, my dear friends, again I'm telling you, it is again practicing, perfecting and repeating. Again my dear friends, നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കാണുമ്പോൾ, ഓക്കെ, ഇനി നമ്മള് ഒരു സിംഗുലർ വേണ്ട, പ്ലൂറൽ ആയിക്കോട്ടെ എല്ലാം, അല്ലെ? നമ്മള് ഗേൾസും ബോയ്സും വേണ്ടിയിട്ട് ഞാൻ പറയും, it is always definitely every time, my dear friends, പ്രാസംഗികരെ കാണുമ്പോഴും പഠിക്കുന്നവരെ കാണുമ്പോഴും പെർഫോമൻസുകൾ എവിടെയുണ്ടെങ്കിലും നല്ല പ്രാസംഗികരെ കാണുമ്പോൾ ഞാൻ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. It is always, my dear friends, practice, perfect and repeat, my dear friends. So folks, let me tell you something. Be a master of 21st century skills. Educate yourself because knowledge is power. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, കൊളാബറേറ്റീവ് സ്കില്ലാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, അല്ലെ? നമുക്ക് കൊളാബറേറ്റീവ് സ്കിൽ വേണം, ടീമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, നല്ല ക്രിയേറ്റിവിറ്റി സ്കിൽ വേണം, അല്ലെ? ക്രിയാത്മകത നമുക്ക് എന്തായാലും വേണം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് വേണം. ഡെഫിനറ്റ്ലി 21st century skills ആണ്. The knowledge is power. So we have to educate ourselves. ആ അത്തരത്തിലുള്ള നോളേജും നമ്മളുടെ എഡ്യൂക്കേഷനും നമുക്ക് കൂടണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. You have to read this. To be or not to be, that is the question. Whether you want to be educated or not educated, that is the $1 million question. To be studying and practicing when I don't feel like it or not to be, that is the question.
Non-effective people don't work when they are not in the mood. Effective അല്ലാത്ത ആൾക്കാര് മൂഡ് ഇല്ലെങ്കിൽ അവർ പഠിക്കില്ല. But effective people will work even when they are not in the mood, my dear friends. അവർക്ക് മൂഡ് ഇല്ലെങ്കിലും അവർ പഠിക്കും. അതുകൊണ്ട് ഞാൻ മൂഡ് നോക്കിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. Effective people will work even when they are not in the mood. ചില ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ് എക്സ്ക്യൂസ് ആണ്, എനിക്ക് ഇന്ന് മൂഡില്ല എന്ന് പറയുന്ന ഒരു കാര്യം. So folks, let me tell you something. Non-effective people don't work when they are not in the mood. Effective people will work even when they are not in the mood. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മൂഡില്ല എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോളേജ് വിട്ട് കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ കയറുമ്പം മൂഡ് ഉണ്ടെങ്കിലും മൂഡ് ഇല്ലെങ്കിലും, folks, let me tell you something. You have to work, no compromise for it. So effective people will work even when they are not in the mood. ഞാൻ ഇത് പറയാൻ കാരണം, is there anyone knows what is fire? Fire എന്നുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? Can anybody tell me what is fire? Can anybody tell me what is fire? വിശുദ്ധ സ്കൂളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. What is fire? Yes, പ്ലാസ്മ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഫയർ, വാട്ട് ഈസ് ഫയർ? ഞാൻ അധികം സമയം കളയുന്നില്ല. ഫയർ ഈസ് ഇന്നത്തെ യൂത്തിന്റെ ഇടയിലുള്ള ഒരു വാക്കാണ് ഫയർ. വാട്ട് ഈസ് ഫയർ? Don't stop when you are tired, stop when you are done. Is it fire? My dear friends, ഇന്നത്തെ യൂത്തിന്റെ ഇടയിലുള്ള ഒരു കീ വേർഡ് ആണ് ഫയർ. It's a form of energy എന്ന് പറയുന്നു. Fire is being eliminated. Fire is fire. My dear friends, financial independence, retire early. മനസ്സിലായോ? Financial independence, retire early. ഇന്ന് ആൾക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് റിട്ടയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന വേർഡ് എന്താണെന്നറിയോ? ഞങ്ങള് 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യും, 58-ാമത്തെ വയസ്സിൽ, 55-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിലൊക്കെ റിട്ടയർ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ പലപ്പോഴും യൂത്തിന്റെ സെമിനാർസിന് പോകുമ്പം യൂത്തിനോട് ചോദിക്കും, 20 വയസ്സ് 21 വയസ്സുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കും, വെൻ യു വാണ്ട് ടു റിട്ടയർ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ? വി വാണ്ട് ടു റിട്ടയർ അറ്റ് 40. 40 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നാ പറയണേ. 40 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 40 വയസ്സിൽ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങണമെന്നല്ല. 40 വയസ്സിൽ ദേ ഷുഡ് ഹാവ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾക്ക് വേണം സ്വാതന്ത്ര്യം എന്നുള്ളതല്ല. ബട്ട് ദേ ഷുഡ് ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്? ലുലു മാളിൽ ചെന്നിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂ കാണുമ്പം ആ ഷൂ കാണുമ്പം തല ചൊറിഞ്ഞ് നിൽക്കാതെ അത് വാങ്ങിക്കാനുള്ള, തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി കയ്യിലുണ്ടോ എന്ന് ചിന്തിക്കാതെ വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചിന്ത. ഇതുണ്ടാവണമെങ്കിൽ സേവിങ്സ് ഉണ്ടാവണം. ആ സേവിങ്സ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഫഷണലിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് 40 വയസ്സിൽ ലോകത്തില് വേൾഡ് ടൂർ പോകുന്ന വ്യക്തികളെ എനിക്കറിയാം. ഇന്ത്യയിൽ ഹോൾ ഇന്ത്യ ടൂർ പോകുന്ന വ്യക്തികളെ എനിക്കറിയാം. അതിന് എത്ര പൈസ വേണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവര് ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുമ്പം ഫയർ എന്നും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പം ഇതിന്റെ ഈ പവർ പോയിന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ പവർ പോയിന്റിന്റെ ഫയർ എന്ന് എഴുതിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി എന്ന ഈ പവർ പോയിന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പേപ്പർ, ഇംഗ്ലീഷ് പേപ്പറുകൾ, കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു പേപ്പറിന്റെ ഫോട്ടോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താണ് അത് ഇട്ടിരിക്കുന്നത്? ഒരു പ്രൈവറ്റ് ഫിനാൻഷ്യൽ കമ്പനിയുടെ, നിങ്ങൾക്ക് ഈ പിക്ചർ വളരെ മനോഹരമായിട്ട് കാണാം. ആ പിക്ചർ വേറെ ഒന്നുമല്ല, ഒരു ഫിനാൻഷ്യൽ കമ്പനിയുടെ അവിടെ ഗോൾഡ് പണയം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ പണയം തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നതിന്റെ ഓപ്ഷൻ നടക്കാൻ പോവാണ്. ഓപ്ഷന്റെ നമ്പറുകൾ പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രസിദ്ധീകരണത്തിന്റെ പേപ്പറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ പുറകിൽ വെച്ചിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അത് വായിക്കാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം വ്യക്തികളുടെ സ്വർണമാണ് അവര് അവിടെ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നതും അത് ലേലം ചെയ്യാൻ പോകുന്നതും. മൈ ഡിയർ ഫ്രണ്ട്സ്, that much problems are there financially for each and every one.
അത്രത്തോളം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. പേപ്പറുകളിൽ നമ്മൾ കാണുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ചേരുന്നു. കുട്ടികളായ നിങ്ങളും ഇത് അറിയണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ അച്ഛനും അമ്മയും